നമസ്കാരം, നിങ്ങൾക്കെല്ലാവർക്കും ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പം നമ്മൾ ഇന്നൊരു ബ്രേക്ക്ഔട്ടിന് വേണ്ടി റെഡി ആയിട്ട് നിൽക്കുന്ന ഒരു സ്റ്റോക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സ്റ്റോക്കിൻ്റെ പേര് സ്റ്റെർലിംഗ് ടൂൾസ് ലിമിറ്റഡ്. അപ്പം 1 വീക്ക് ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ടാണ് ഞാനിവിടെ ഓപ്പൺ ആക്കിയിരിക്കുന്നത്. ഇപ്പം നമ്മൾ 2019 തൊട്ട് 2022 വരെയുള്ള ഈ ഒരു ടൈം പീരീഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് ക്ലിയർ ആയിട്ട് നമുക്കൊരു സൈഡ് വേസ് മൂവ്മെൻ്റ് ആണ് തന്നുകൊണ്ടിരുന്നത്. അപ്പം ഈ ഒരു റേഞ്ചിലാണ് മൂവ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ലാസ്റ്റ് ഒരു 4-5 ആഴ്ചയുടെ ഈ ഒരു മൊമെൻറ്റം, നല്ല ശക്തമായ ഒരു മൊമെൻറ്റം നമുക്ക് ഈ സ്റ്റോക്കിൻ്റെ പ്രൈസിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു വോളിയൂം ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഒരുപക്ഷെ ഈ ഒരു സ്റ്റോക്ക് ക്ലിയർ ആയിട്ട് നമുക്കൊരു ബ്രേക്ക്ഔട്ട് തന്നേക്കാം. അതിനുശേഷം ഒന്ന് നമ്മുടെ റെസിസ്റ്റൻസിനെ ഒന്ന് റീടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നേക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്ക് നിങ്ങൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെക്കുക. നമുക്ക് സ്വിംഗ് എൻട്രിക്ക് വേണ്ടി കൺസിഡർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾ കൂടുതലായിട്ട് അപ്ഡേറ്റ്സും ചാർട്ടിൻ്റെ അനാലിസിസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ടെലിഗ്രാം ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ലഭിക്കുന്നതായിരിക്കും. അവിടെ പോയി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം ഈ ഒരു സ്റ്റോക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യുക. അപ്പം നെക്സ്റ്റ് വീക്ക് ക്യാൻഡിൽ ഈ ഒരു റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്ത് നമുക്കൊരു ക്ലോസിങ് മുകളിൽ തന്നു കഴിഞ്ഞാൽ മാത്രം ഈ ഒരു സ്റ്റോക്ക് കൺസിഡർ ചെയ്യുക. അതല്ല ഡൗൺ സൈഡ് മൊമെൻറ്റം ആണ് തരുന്നെങ്കിൽ ഈ ഒരു സ്റ്റോക്ക് വാച്ച് ലിസ്റ്റിൽ തന്നെ ഫോളോ ചെയ്യുക. എപ്പോഴാണോ ഈ ഒരു 261 എന്ന റേഞ്ചിന് മുകളിൽ ഒരു വീക്കിലി ക്യാൻഡിൽ ക്ലോസിങ് വരുന്നത്, അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റോക്ക് കൺസിഡർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം ഇതിൻ്റെ അകത്ത് എൻട്രി ഒരു നെക്സ്റ്റ് വീക്കിൽ ഒരു വലിയൊരു ബുള്ളിഷ് ക്യാൻഡിലാണ് ഫോം ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒരു റീടെസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഈ ഒരു റീടെസ്റ്റിന് വേണ്ടി. അതല്ല ചെറിയൊരു മീഡിയം റേഞ്ച് ക്യാൻഡിലാണ് ഫോം ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു ക്യാൻഡിലിൻ്റെ ക്ലോസിങ്ങിൽ തന്നെ, അതായത് ക്ലോസിങ് ഏകദേശം ക്ലോസ് ആകുന്ന ടൈമിൽ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റോക്കിൽ എൻട്രി എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കൃത്യമായിട്ടൊരു സ്റ്റോപ്പ് ലോസും ടാർഗറ്റും ഫോളോ ചെയ്യുക. ഏകദേശം 1:1.5 അല്ലെങ്കിൽ 1:2 റിസ്ക് റിവാർഡ് റേഷ്യോ ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് ഫോളോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. കാരണം ഇത്തരം ഒരു സൈഡ് വേസ് മാർക്കറ്റിൻ്റെ ഒരു ബ്രേക്ക്ഔട്ടാണ്. ഒരുപക്ഷെ നല്ലൊരു അപ്സൈഡ് മൊമെൻറ്റം തരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം ഈ ഒരു സ്റ്റോക്കിൽ 260-270 റീജിയനിൽ ഏകദേശം എൻട്രി എടുക്കുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുകയാണ് ഇതിൻ്റെ ആ ഒരു 260-270 റീജിയനിൽ. എങ്കിൽ എൻട്രി എടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞ ഈ ഒരു കാര്യങ്ങൾ നോക്കണം. വീക്കിലി ക്യാൻഡിൽ ക്ലോസിങ്, അതുപോലെ തന്നെ വളരെ വലിയ ക്യാൻഡിലാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് റീടെസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പം അതിനുശേഷം നമുക്ക് ഈ ഒരു 190 റീജിയനിൽ നമുക്കൊരു സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാം. അപ്പം ഏകദേശം 80 രൂപയുടെ ഒരു സ്റ്റോപ്പ് ലോസ് ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ഒരു റിവാർഡായിട്ട് ഏകദേശം 150-160 രൂപയുടെ ഒരു ടാർഗറ്റും സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിക്കഴിഞ്ഞാലും ടാർഗറ്റ് ഹിറ്റ് ആയിക്കഴിഞ്ഞാലും കൃത്യമായിട്ട് എക്സിറ്റ് ആകുക. അപ്പം തീർച്ചയായിട്ടും ക്യാപിറ്റൽ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം സ്വിംഗ് ട്രേഡിങ്ങിൻ്റെ അകത്ത് എന്നുള്ള എത്ര ക്വാണ്ടിറ്റി ഇതിൻ്റെ അകത്ത് എടുക്കണം എന്നൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നമുക്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ട്യൂട്ടോറിയൽ വീഡിയോസിൻ്റെ ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. അവിടെ പോയി നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം ചെറിയൊരു ക്യാപിറ്റൽ മാത്രം ഇങ്ങനെയുള്ള സ്റ്റോക്കുകളിൽ സ്വിംഗ് എൻട്രിക്ക് വേണ്ടി യൂട്ടിലൈസ് ചെയ്യുക. ബാക്കി കുറച്ച് എമൗണ്ട് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഒക്കെ യൂട്ടിലൈസ് ചെയ്യുക. അപ്പം ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. അപ്പം ഈ ഒരു വീഡിയോ എൻ്റെ അനാലിസിസാണ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ കാണുന്നവരെ ഗുഡ് ബൈ ആൻഡ് ജയ് ഹിന്ദ്.